പതിറ്റാണ്ടുകളായി കേരള പോലീസിനും മറ്റ് അന്വേഷണ സംഘങ്ങൾക്കും തലവേദനയായിരുന്ന പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഒടുവിൽ ഉത്തരമാകുന്നു. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പില്ലെന്ന നിഗമനത്തിൽ കേസ് ഫയൽ അവസാനിപ്പിക്കാൻ അന്വേഷണ സംഘം തുടങ്ങുന്നതായിട്ടാണ് വിവരങ്ങൾ. ഹൃദ്രോഗത്തെ തുടർന്ന് വർഷങ്ങൾക്ക് മുമ്പ് കുറുപ്പ് മരിച്ചിരിക്കാം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. വൈകാതെ അന്തിമ റിപ്പോർട്ട് നൽകി അന്വേഷണം അവസാനിപ്പിക്കാനാണ് ആലോചന. പുതിയ അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് മേധാവിക്ക് ഉടനെ റിപ്പോർട്ട് നൽകും. ഉന്നത ആലോചനയ്ക്ക് ശേഷമാണ് ഈ അന്വേഷണം അവസാനിപ്പിക്കാൻ തീരുമാനമാകുക. തീരുമാനം ആകാത്ത കേസുകൾ തീർപ്പാക്കുന്നതിന്റെ ഭാഗമായി 3 മാസം മുമ്പാണ് സുകുമാരക്കുറുപ്പിന്റെ ഫയൽ വീണ്ടും പോലീസ് തുറക്കുന്നത്. സുകുമാരക്കുറുപ്പിനെ കണ്ടു എന്ന് പറഞ്ഞ ആലപ്പുഴ സ്വദേശി രത്നമ്മ അടക്കം ചില സാക്ഷികളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് ഇനി കേസിൽ തുടർ നടപടി വേണ്ടെന്ന നിഗമനത്തിലേക്ക് എത്തിയത്. കൊലപാതകം നടത്തിയ ശേഷം സ്ഥലം വിട്ട കുറുപ്പിനെ കണ്ട ഏക മലയാളി ഝാർഖണ്ഡിൽ നേഴ്സായിരുന്ന രത്നമ്മയായിരുന്നു. ആ സമയത്ത് ഹൃദ്രോഗിയായിരുന്നു സുകുമാരക്കുറുപ്പ് എന്നാണ് അവരുടെ വെളിപ്പെടുത്തൽ. രത്നമ്മ കുറുപ്പിനെ കണ്ടു എന്ന് പറയുന്ന സമയത്ത് അയാളുടെ പ്രായവും രോഗവും വെച്ച് നോക്കിയാൽ ഇത്രയും കാലം അയാൾ ജീവിച്ചിരിക്കാൻ സാധ്യത വളരെ കുറവാണ് എന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. തുടർന്നാണ് ഇനി കേസിൽ തുടർ നടപടികളൊന്നും വേണ്ടെന്ന നിഗമനത്തിലേക്ക് എത്തിയത്. 1984 ജനുവരി 22-നാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. സ്വന്തം പേരുള്ള വലിയ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുന്നതിനായി താൻ മരിച്ചുവെന്ന് വരുത്തി തീർക്കാൻ നിരപരാധിയായ ചാക്കോ എന്ന ചെറുപ്പക്കാരനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കാറിലിട്ട് കത്തിക്കുകയായിരുന്നു കുറുപ്പും കൂട്ടാളികളും. കേസിലെ മറ്റ് 4 പ്രതികളും പിടിയിലായിട്ടും സുകുമാരക്കുറുപ്പ് എവിടെയെന്ന് കണ്ടെത്താൻ പോലും പോലീസിനായില്ല. പല ഊഹങ്ങളും കുറുപ്പിനെക്കുറിച്ചുണ്ടായിരുന്നു. ഇയാൾ ഗൾഫ് നാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് കൂടുതലും കഥകളിൽ പറഞ്ഞിരുന്നത്. വിവിധ ജോലികൾ ചെയ്ത ഇയാൾ പിന്നീട് മതം മാറി പള്ളിയിൽ അഭയം തേടിയതായും ചില കഥകളുണ്ടായിരുന്നു. അതെല്ലാം വെറും വ്യാജ പ്രചരണങ്ങളാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു. സൗദി അറേബ്യയിൽ മുസ്തഫ എന്ന പേരിൽ സുകുമാരക്കുറുപ്പ് ഒളിച്ച് ജീവിക്കുന്നതായി ഒരു പ്രചാരണം ഇടക്കാലത്തുണ്ടായിരുന്നു. മദീനയിലെ ഒരു പള്ളിയിൽ ഖത്തീബിനെ സഹായിച്ച് അദ്ദേഹം കഴിഞ്ഞുകൂടുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മുഖത്തിന്റെ രൂപം സുകുമാരക്കുറുപ്പ് മാറ്റി എന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കുറുപ്പിന്റെ ഭാര്യ സരസമ്മയും 2 മക്കൾ നിലവിൽ കുവൈറ്റിലാണ്. ഇക്കാരണത്താൽ തന്നെ കുറുപ്പ് ഗൾഫ് നാടുകളിൽ എവിടെയോ ഉണ്ടാകുമെന്ന് കരുതിയവരും ഏറെയാണ്. പോലീസും ആ വഴിക്ക് അന്വേഷണം നടത്തിയിരുന്നു. ചാക്കോ കൊല്ലപ്പെട്ട ശേഷം ഇവർ കേസിൽ പ്രതിയായിരുന്നെങ്കിലും കോടതി ഇവരെ വിട്ടയക്കുകയായിരുന്നു. രാജസ്ഥാനിൽ വെച്ച് താൻ ഒരു വൃദ്ധ സന്യാസിയെ കണ്ടുവെന്നും അയാൾ സുകുമാരക്കുറുപ്പാണെന്നും പത്തനംതിട്ടയിലെ ഒരു ബീവറേജ് ഷോപ്പ് മാനേജർ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയും പോലീസ് കുറച്ചുനാൾ നടന്നിരുന്നു. 2007 സ്കൂൾ അധ്യാപകനായി രാജസ്ഥാനിൽ ജോലി ചെയ്യുമ്പോൾ കണ്ടുമുട്ടിയ സന്യാസി സുകുമാരക്കുറുപ്പാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ഹിന്ദി, ഇംഗ്ലീഷ്, സംസ്കൃതം, തമിഴ്, അറബി, മലയാളം ഭാഷകൾ അറിയുന്ന ആളെയാണ് താൻ കണ്ടതെന്ന് പറഞ്ഞതോടെ പോലീസിനും സംശയമായി. എന്നാൽ കുറുപ്പിനെ കണ്ടെത്താനായില്ല. എന്തായാലും ഈ കേസ് ഫയൽ ക്ലോസ് ചെയ്തതോടെ സുകുമാരക്കുറുപ്പ് എന്ന പേര് തന്നെ പോലീസ് ഡയറിയിൽ നിന്നും എന്നേക്കുമായി മാഞ്ഞു പോകുകയാണ്.